കിട്ടിയ ഒരു 8ൻ്റെ പണിയെ പറ്റി പറയാനാണ് വന്നത്. കാരണം കണ്ടോ, മീറ്ററിൻ്റെ ഇത് തന്നെ ഡിസ്പ്ലേ മാറ്റാൻ പറ്റണ ആരെങ്കിലും ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 2 കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫണ്ട് കിട്ടിയോടെ ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും. ഹലോ വാട്സ്ആപ്പ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു 8ൻ്റെ പണിയെ പറ്റി പറയാനാണ് വന്നത്. കാരണം കണ്ടോ, മീറ്ററിൻ്റെ ഇത് തന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, മീറ്റർ അടിച്ചു പോയി ഗായ്സ്. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ശരിയാക്കാനൊക്കെ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ റീപ്ലേസ് ചെയ്യേണ്ട, അതൊന്ന് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കിട്ടണത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല, നമുക്കിതിനെ നന്നാക്കാൻ തന്നെ ശ്രമിച്ചു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്ന ടെക്നീഷ്യൻസിനൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരാരെങ്കിലും കോണ്ടാക്റ്റ്, എനിക്ക് 2 കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നടപടി ആവുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിത് പണിതേ പറ്റുള്ളൂ. എന്ത് വില കൊടുത്തും ഇത് പണിതെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ TFT ഡിസ്പ്ലേ തന്നെ വാങ്ങിച്ചു വയ്ക്കാം. ഇത് പണിതെടുക്കാൻ എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് പണിതെടുക്കണതാണ് നമ്മളൊരു രീതി. അപ്പം ഇത് ഡിസ്പ്ലേ മാറ്റാൻ പറ്റണ ആരെങ്കിലും ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 2 കോൺടാക്റ്റ് ഉണ്ട്. അപ്പം കുറച്ച് ഫണ്ട് കിട്ടിയോടെ ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ പിന്നെ വേറെ കാര്യം മറന്നുപോയി, നിങ്ങൾക്ക് ഇതിൽ വെച്ചിങ്ങനെ എക്സോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. റീൽസിൽ കണ്ടവർക്കറിയാം, ഞാൻ അതിൽ വേറെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. കണ്ട മറ്റേ അക്രാപോയിക്കിന് R1M ടൈപ്പ് ഞാൻ കൊടുത്തായിരുന്നു, അതിനുശേഷം വെച്ചതാണ്. ഫ്രണ്ടിൽ കണ്ട DRL ഇത് ഒന്ന് സ്മോക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് ശരിയാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇത് അടിച്ചു പോയി, വെള്ളം കയറിക്കാൻ അടിച്ചു പോയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ കഴുകിയിട്ടൊന്നും ഇതൊന്നും പെട്ടെന്നൊന്നും ക്ലീൻ ആക്കാറില്ല, അങ്ങനെ അടിച്ചു പോയതാണ്. അതായത് നമ്മൾ മീറ്റർ എന്ന് വെച്ചാലും തുടയ്ക്കണം, അങ്ങനെ ഞാൻ തുടച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കഴുകിയിട്ട് അങ്ങ് വയ്ക്കും. എപ്പോഴും വണ്ടി വലുതായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആയതാണ്. എന്നാലും സീനില്ല. ആദ്യം എനിക്കിവിടെ ഒരു ബോർഡർ പോലെ വന്നായിരുന്നു, പിന്നീടാണ് ഇങ്ങനെയൊക്കെ ആയത്. 8ൻ്റെ പണിയാണ് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.